ഹലോ, ഇന്ന് വളരെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ എല്ലാ ദിവസവും ഇതുപോലെ മനോഹരമാക്കി തരുന്ന ഒരാളാണ് ഞങ്ങളുടെ ദച്ചുട്ടൻ. ദച്ചുട്ടൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവന് ഒരു കൺഫ്യൂഷനും ഇല്ല ഞാൻ എവിടെയാണെന്നുള്ളതിൽ. ഞാൻ എന്തായാലും അടുക്കളയിലായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ അടുക്കളയിലേക്ക് ഓടിയെത്തും. ഓടിയെത്തുന്നത് വേറെ ഒന്നിനുമല്ല, ഞാൻ എന്താണോ അടുക്കളയിൽ ചെയ്യുന്നത് അതിലൊക്കെ എൻ്റെ ഒപ്പം ഒന്ന് കൈവയ്ക്കുക എന്നുള്ളതാണ് മൂപ്പരാളുടെ പണി. അങ്ങനെ കൈവയ്ക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം ആകെ കരച്ചിലും ബഹളവും ഒക്കെ. അപ്പോൾ ആളെ ഒന്ന് മയക്കിയെടുക്കാൻ കൂടി അടുക്കളയിൽ കൊണ്ടുവന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പണികളിലൊക്കെ മൂപ്പരാളെ ഒന്ന് ഉൾപ്പെടുത്തിയതിന് ശേഷം പതുക്കെ ഞങ്ങൾ ബ്രഷ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് ഒന്ന് അമ്പലത്തിൽ പോയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ ചോദിച്ചു എന്നാൽ ഗുരുവായൂർ പോകാമെന്ന്. ഗുരുവായൂർ പോകാൻ നേട്ടാന്ന് ചോദിച്ചപ്പോൾ ആൾ തന്നെ ആൾ ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ എന്നാൽ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ നേരം വൈകിട്ട് ആ പോക്ക് ക്യാൻസൽ ചെയ്യണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ ഓടിപ്പോയി വേഗം റെഡിയായി. കണ്ണൻകുട്ടിക്ക് ബൈക്കിൻ്റെ ഫ്രണ്ടിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതൊട്ടും നല്ലതല്ലാത്തതുകൊണ്ട് അധികം അങ്ങനെ ഇരുത്താറില്ല. അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു വഴി കൂടെയാണ് പോണതെങ്കിൽ കുറച്ച് നേരം ഇരുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആളെ പുറകിലേക്ക് എന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കണ്ണനെ പുറകിലേക്ക് ഇരുത്തി. ഞങ്ങൾ ആദ്യം എത്തിയത് മമ്മിയൂർ അമ്പലത്തിലാണ്. ഗുരുവായൂർ പോകുമ്പോൾ ആദ്യം മമ്മിയൂർ അമ്പലത്തിൽ കയറണം എന്നാണ് പറയുക. അപ്പോൾ ആദ്യം അവിടെ കയറി തൊഴുത് പ്രാർത്ഥിച്ച് ഞങ്ങൾ നേരെ പാർത്ഥസാരഥി അമ്പലത്തിലേക്ക് പോയി. അവിടെ ഞങ്ങൾക്ക് ചെറിയൊരു ആത്മബന്ധമുണ്ട്, അത് നമുക്ക് പിന്നെ പറയാം. അങ്ങനെ അവിടുന്ന് തീർത്ഥം വാങ്ങിക്കാൻ ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തീർത്ഥം വാങ്ങിച്ചത് കുടിച്ച് ബാക്കിയത് നെറുകിൽ തേക്കുക എന്നുള്ളതും ചന്ദനം വാങ്ങിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വേഗം റെഡിയാകും വരും. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് ഗുരുവായൂർക്കാണ്. ഗുരുവായൂർ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും കണ്ണൻകുട്ടിക്ക് വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോയപ്പോൾ കണ്ണൻകുട്ടി എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഞാൻ പതിയെ അവിടെ നിന്ന് എസ്കേപ്പായി. ഏട്ടൻ എന്തൊക്കെയോ പറഞ്ഞൊരു കളിപ്പാട്ടത്തിൽ ഒതുക്കി അവനൊരു ജീപ്പും വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ പോന്നു. രാവിലെ നേരത്തെ പോകുന്നതുകൊണ്ട് തന്നെ ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. മാത്രമല്ല ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും മസാല ദോശ കഴിച്ചിട്ടേ തിരിച്ചു വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി മസാല ദോശ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മുമ്പേ വന്ന ഒരുപാട് ആൾക്കാർ ഫോണും തോണ്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇപ്പം അടുത്തൊന്നും ഞങ്ങൾക്ക് മസാല ദോശ കിട്ടില്ലയെന്ന്. അതുകൊണ്ട് തന്നെ അവിടുന്ന് പതിയെ ആരും കാണാതെ ഇറങ്ങിപ്പോന്ന് അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടുന്ന് മസാല ദോശ ഞങ്ങൾ കഴിച്ചു. കണ്ണൻകുട്ടിക്ക് അധികം വിശപ്പുണ്ടായിരുന്നു, നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ കണ്ണൻകുട്ടി കഴിച്ചു, ബാക്കി ഞങ്ങൾ കഴിച്ചിട്ട് വേഗം ഇറങ്ങി. അപ്പം എന്നാൽ നേരെ വിട്ടു ഞങ്ങൾ ആനക്കോട്ടയ്ക്ക്. ആനക്കോട്ടയിൽ ചെന്നപ്പോൾ ആനയെ കണ്ടപ്പോൾ കണ്ണൻ പറയും അത് ഉമ്പയാണെന്ന്. ഉമ്പയല്ല ആനയാണെന്ന് പറഞ്ഞിട്ട് അത് സമ്മതിക്കുന്നില്ല. അവസാനം അവൻ്റെ വഴിക്ക് തന്നെ ഞങ്ങളും വന്നു. അങ്ങനെ ആനേനെയൊക്കെ കണ്ട് സന്തോഷമായി. ആനയ്ക്ക് കുറേ ടാറ്റയൊക്കെ കൊടുത്ത് കുറേ നേരം അവിടെ ഓടിക്കളിക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ തിരികെ പോന്നു. വെയിലാകുന്നതിന് മുമ്പ് ഞങ്ങൾ ഉണ്ണിയും കൊണ്ട് തിരികെ പോന്നു. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെയായിരുന്നു. വളരെ രസകരമായിരുന്നു. രാത്രിയായി. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. കൂട്ടുകാരായിട്ട് കുറേ നേരം കളിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം വളരെ രസകരമായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു കണ്ണനുമായിട്ട് പുറത്തു പോയപ്പോൾ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.